ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഓരോരുത്തരും നാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. അഥവാ നാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുതാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ മനസ്സ് വെളിപ്പെടുത്തുന്നവൻ മൂഢനാണ്, അതുപോലെ ബോധമില്ലാത്തവനാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29:11 പറയുന്നത്, മൂഢൻ തൻ്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി വയ്ക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മറ്റുള്ളവരുമായിട്ട് നാം ഈ വക കാര്യങ്ങൾ പങ്കുവെക്കരുത്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട്, നാം നമ്മുടെ ഭാവി പദ്ധതികളും സ്വപ്നങ്ങളും മറ്റുള്ളവരുമായിട്ട് എന്തു ചെയ്യരുത്? പങ്കുവെക്കരുത്. നാം നമ്മുടെ പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങളും ദർശനങ്ങളും മറ്റുള്ളവരുമായിട്ട് തിടുക്കപ്പെട്ട് പങ്കുവെക്കുമ്പോൾ, അഥവാ നമ്മുടെ സ്വപ്നങ്ങൾ ആവശ്യമില്ലാത്തവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് അനാവശ്യമായ പ്രതിയോഗികളെ സൃഷ്ടിക്കുവാനും ഇടയാകുന്നു. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ അത് നമ്മൾ ലോകത്തോട് പങ്കുവെക്കരുത് എന്നുള്ളതാണ്. തക്കതായ സമയം നമ്മുടെ സ്വപ്നങ്ങളെയും നമ്മുടെ ഭാവി പദ്ധതികളെയും ദൈവം സാക്ഷാത്കരിക്കപ്പെടുത്തുമ്പോൾ ദൈവം തന്നെ അത് പങ്കുവെക്കുവാനുള്ളതായ അവസരവും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നു. നമ്മുടെ ഭാവി സ്വപ്നങ്ങളും നമ്മുടെ ഭാവി പദ്ധതികളും നമ്മുടെ ഭാവി ദർശനങ്ങളുമെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒന്നോർക്കുക, അത് അനാവശ്യമായ പ്രതിയോഗികളെ സൃഷ്ടിക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നു. ദൈവവചനത്തിൽ നിന്ന് ഒരു ഉദാഹരണം നാം നോക്കുകയാണെങ്കിൽ, മറിയ തനിക്ക് ലഭിച്ചതായ ദൂത സന്ദർശനത്തെ, അതുപോലെ ദൈവം അവൾക്ക് നൽകിയ അരുളപ്പാടിനെ, അതായത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സകല കാര്യങ്ങളും മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതായ സ്വപ്നങ്ങളാകട്ടെ, ദർശനങ്ങളാകട്ടെ, നമ്മുടെ ഭാവി പദ്ധതികളാകട്ടെ, അതെന്തു ചെയ്യണമെന്നറിയാമോ? നാം അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് സൂക്ഷിക്കേണ്ടതായ ഒരു കാലഘട്ടം ഉണ്ട്. എപ്പോൾ അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നുവോ അതിനനുസരിച്ച് ദൈവം നൽകുന്നതായ സമയത്ത് ഈ കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ നമുക്കവസരമുണ്ട്. വേദപുസ്തകത്തിൽ വേറൊരു ഉദാഹരണം യോസഫിൻ്റെ ജീവിതമാണ്. യോസഫ് തൻ്റെ സ്വപ്നം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ പൂർത്തീകരണത്തിൽ എത്തുന്നതുവരെ അത് സൂക്ഷിക്കാതെ തൻ്റെ സഹോദരന്മാരോട് മറ്റുള്ളവരോട് പങ്കുവച്ചതിൻ്റെതായ തിക്തഫലങ്ങൾ യോസഫിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ദർശനങ്ങളും ദൈവം നമുക്ക് നൽകിയ സ്വപ്നങ്ങളും പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് തിടുക്കപ്പെട്ട് പങ്കുവെക്കരുത്. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത്, നമ്മുടെ കുടുംബ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് തിടുക്കപ്പെട്ട് നാം പങ്കുവെക്കരുത്. കാരണം
നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകുന്നതായ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ ഭവനത്തിൽ നിന്നുണ്ടാകുന്ന മുറിവിൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് നാം എടുത്തു ചാടി പങ്കുവയ്ക്കരുത്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സ്നേഹം തേടുന്നവൻ ലംഘനത്തെ മറച്ച് വെക്കുന്നു. അപ്പോൾ സ്നേഹം തേടുന്നവൻ എന്തു ചെയ്യുന്നു? ലംഘനത്തെ മറച്ചു വെക്കുന്നു. കാര്യം പാട്ടാക്കുന്നവനോ മിത്രങ്ങളെ ഭേദിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകലത്തിനും മുൻപേ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ എന്ന് പറയുന്നു. ചിലർ അവരുടെ ഭവനത്തിൽ ഉണ്ടാകുന്നതായ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നാം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിശാചിന് പ്രവർത്തിക്കുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. ദൈവവചനത്തിൽ നിന്ന് മറ്റൊരു സഹോദരിയെ നമുക്ക് ഉദാഹരണം കാണാം. അത് എലിസബത്താണ്. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ വിടുതൽ, ദൈവം ചെയ്തതായ അത്ഭുതത്തെ അവൾ മറച്ചു വെക്കുന്നു, സ്വകാര്യമായി വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം അവളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ നൽകിയ ഒരു വലിയ വിടുതലാണ്. എന്നാൽ എലിസബത്ത് അതിനെ മറച്ചു വെക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം ഒരു സംഭവ ചരിത്രം അവിടെ കാണുവാൻ സാധിക്കും. അതായത് ജലപ്രളയത്തിന് ശേഷം നോഹയും പുത്രന്മാരുടെയും ജീവിതത്തിലുണ്ടാകുന്നതായ ഒരു അനുഭവമാണ്, ഒരു വിഷയമാണ് അവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് ഈ ഭാഗത്ത് 18 മുതൽ 24 വരെയുള്ളതായ ഭാഗത്ത് നോഹയും നോഹയുടെ പുത്രന്മാരെയും കാണുന്നു. നോഹയുടെ പുത്രന്മാരിൽ ഒരാളായ ഹാം അപ്പൻ്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന് മറ്റുള്ളവരെയും വിളിച്ച് കാണിക്കുന്നതായ ഒരു സംഭവ ചരിത്രമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വകാര്യമായി സൂക്ഷിക്കേണ്ട സ്വകാര്യതയെ അങ്ങനെ ചെയ്യാതെ മറ്റുള്ളവരെ വിളിച്ചു കാണിക്കുന്നതായ സ്വഭാവം ഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, സ്വകാര്യതയെ സ്വകാര്യതയായി കാണണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ സന്നദ്ധനായ കനാന്റെ ജീവിതത്തിൽ അത് പിൽക്കാലത്ത് തനിക്ക് ശാപഗ്രസ്തമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശാപം അവനിലേക്ക് വന്നു, അവൻ അധമദാസനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ നഗ്നതയെ മറച്ചു വച്ചതായ സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നു. ഇവിടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശന വസ്തുവാക്കി താൻ കണ്ടതായ സ്വകാര്യതയെ മറ്റുള്ളവരെ വിളിച്ചു കാണിക്കുന്നതായ നിലയിലേക്ക് കനാൻ അധപ്പതിക്കുവാനായിട്ടിടയായിത്തീരുന്നു. പലപ്പോഴും എന്നെ കേൾക്കുന്നതായ ദൈവജനമേ, നാം മനസ്സിലാക്കേണ്ടതായ ഒരു വലിയ സത്യം ഇതാണ്: നമ്മുടെ കുടുംബം നമ്മുടെ സ്വകാര്യതയാണ്. അതിലെ പല കാര്യങ്ങളും നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് വളരെയധികം ശ്രദ്ധാലുക്കളായിട്ട് വേണം നമ്മുടെ കുടുംബ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാൻ. അങ്ങനെ നാം നമ്മുടെ നാവിന് വെല്ലും ബ്രേക്കുമില്ലാതെ കുടുംബ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ പിശാച് അതിൽ മുതലെടുക്കുവാനിടയായിത്തീരും. അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ മുതലെടുപ്പ് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നതായ വിഷയങ്ങൾ തിടുക്കപ്പെട്ട് നാം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. മൂന്നാമത്തെ വിഷയം ഇതാണ്: നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ വിജയങ്ങൾ മറ്റുള്ളവരുമായി പെട്ടെന്ന് പങ്കുവെക്കരുത്. ഒരുപക്ഷെ ഈ ഹെഡിങ് കേൾക്കുമ്പോൾ
നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ പലതും കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയ ഉളവാകുവാനായിട്ടിടയായിത്തീരും. നമുക്ക് ലഭിക്കുന്നതായ, ദൈവം തരുന്നതായ പുതിയ ജോലി ആയിക്കോട്ടെ, ദൈവം തന്ന വിടുതലായിക്കോട്ടെ, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ദൈവം നൽകുന്ന വിടുതൽ, ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ വളരെയധികം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിളിച്ചു വരുത്തുവാനായിട്ടിടയായിത്തീരും. ദൈവം തരുന്ന അവസരങ്ങൾ അനുസരിച്ച് നമുക്കിങ്ങനെയുള്ളതായ വിഷയങ്ങൾ നമ്മുടെ സാക്ഷ്യത്തിലൂടെയോ നമ്മുടെ അനുഭവത്തിലൂടെയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് കഴിയും. എന്നാൽ തിടുക്കപ്പെട്ട് നാം ഇത് പറയുമ്പോൾ ഇതെന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായ ഒത്തിരി ശത്രുക്കളെ സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിത്തീരും. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21 അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം ആ വാക്യം നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളെ എടുത്തു ചാടി പറയുമ്പോൾ അത് അനേകം എതിർപ്പുകളെ ഉയർത്തുവാനിടയാകും. ആവശ്യമില്ലാത്ത അസൂയയ്ക്കും മത്സരത്തിനും അത് ഇടയാകുന്നത് കൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക വിജയങ്ങൾ, മിനിസ്ട്രിയിലുണ്ടാകുന്ന വിജയങ്ങൾ വളരെ പെട്ടെന്ന് എടുത്തു ചാടി മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. നമുക്കറിയാം, ദാവീദിൻ്റെയും ശൗലിൻ്റെയും ജീവിതത്തിൽ ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ ആ വിജയത്തിൽ അസൂയ പൂണ്ടതായ ഒരു ശൗലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ പങ്കുവെക്കുമ്പോൾ നാം വളരെ ശ്രദ്ധാലുക്കളാകേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്ത 4-മതായിട്ട് നമ്മുടെ സാമ്പത്തികമായി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. കഴിവതും ഇത് പങ്കുവെക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സാമ്പത്തിക മേഖല സാത്താൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനമാണ്. അത് നാം പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ സാമ്പത്തിക മേഖല സാത്താൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 13:11 നമ്മുടെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ അത് ശത്രുവിനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയാകുന്നു. ചിലർ തങ്ങളുടെ സാമ്പത്തിക ഉറവിടങ്ങളെക്കുറിച്ച്, ദൈവം അവർക്ക് നൽകിയ വഴികളെക്കുറിച്ച് വളരെ വാചാലരായി സംസാരിക്കുന്നതായിട്ട് കാണുന്നു. പലരും പൊങ്ങച്ചം പറയുന്നതായിട്ട്, വീമ്പിളക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എളുപ്പത്തിൽ ശത്രുവിന് ആക്രമിക്കുവാനായിട്ട് കഴിയുന്നു. കേൾവിക്കാരിൽ ഇത് സന്തോഷമുളവാക്കണമെന്നില്ല. കേൾവിക്കാർ നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറന്ന വഴികൾക്ക് വേണ്ടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കണമെന്നില്ല. അത് അസൂയയിലേക്കും ദ്രവ്യാഗ്രഹത്തിനും അഹങ്കാരത്തിനും കാരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 19 വരെയുള്ളതായ ഭാഗങ്ങളിൽ തൻ്റെ സാമ്പത്തിക സ്ഥിതി ശത്രുവിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടിയ ഒരു രാജാവിനെ പറ്റി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഹിസ്കിയ രാജാവാണ്. തൻ്റെ ക്ഷേമം അന്വേഷിച്ച് ബാബേലിൽ നിന്ന് വന്ന ബാബേൽ രാജാവിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ തൻ്റെ അരമനയും തനിക്കുള്ളതായ സകലത്തെയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് തൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ തൻ്റെ സമ്പത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഇദ്ദേഹം വീമ്പിളക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ 20-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ദൈവം ഈ ഒരു കാര്യം ഹിസ്കിയാവിൽ നിന്ന് ആഗ്രഹിച്ചില്ല.
അങ്ങനെ ഒരു കാര്യം ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങൾക്ക് നൽകിയതായ സമ്പത്തുകൾ പ്രാർത്ഥനയോടുകൂടെ ദൈവനാമ മഹത്വത്തിനും നിങ്ങളുടെ ഉപജീവന മാർഗത്തിനുമായിട്ട് ഉപയോഗിക്കുക. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റരുത്. നാം ഹിസ്കിയാവ് ചെയ്തതുപോലെ തൻ്റെ അരമനയിലും തൻ്റെ ഭണ്ഡാരത്തിലും തൻ്റെ അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചു വച്ച സകല ദ്രവ്യങ്ങളും സമ്പത്തിനെയും ശത്രുവിന് കാണിച്ചു കൊടുക്കുമ്പോൾ പിൽക്കാലത്ത് അതേ രാജ്യത്തെ ആൾക്കാർ വന്ന് ഇതിനെ ആക്രമിച്ച് ഇവൻ്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നു. സാമ്പത്തികമായി വീമ്പിളക്കുന്നത് തകർച്ചയിലേക്കും നാശത്തിലേക്കും കാരണമാക്കും എന്ന് ഓർക്കുക. നിങ്ങളുടെ വിടുതൽ എല്ലാവരും അംഗീകരിക്കുവാനും അതിനെ അഭിനന്ദിക്കുവാനും ഇടയാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയതായ കാര്യങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നാം ഉപയോഗിക്കുന്നവരായിരിക്കണം. നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഉറവിടങ്ങൾ, സാമ്പത്തിക സ്ഥിതി എന്നിവ പരമാവധി മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുക. അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഓർക്കുക, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെൽത്ത് ഈസ് സ്പിരിച്വലാണ്. നമ്മുടെ ആത്മീകമാണ് നമ്മുടെ പരമപ്രധാനമായ ധനമെന്ന് മനസ്സിലാക്കുക. അഞ്ചാമതായിട്ട് നമ്മളോടുള്ള ദൈവിക ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ട് വളരെ പെട്ടെന്ന് പങ്കുവെക്കാതിരിക്കുക. സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ്, സ്വപ്നങ്ങളാകട്ടെ, ദർശനങ്ങളാകട്ടെ, ദൂത സന്ദർശനങ്ങളാകട്ടെ, ദൈവിക വെളിപ്പാടുകളാകട്ടെ എന്നിത്യാദി കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് നാം തിടുക്കപ്പെട്ട് പങ്കുവെക്കരുത്. ഇങ്ങനെയുള്ളതായ പേഴ്സണൽ വ്യക്തിപരമായ എക്സ്പീരിയൻസുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അത് എന്തിന് നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും നിങ്ങളെ ബലപ്പെടുത്തുവാനും നിങ്ങൾക്ക് ദൈവം നൽകിയ കാര്യങ്ങളാണ് ഇവയെന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് വളരെയധികം പ്രതികൂലങ്ങൾ ഉളവാക്കുന്നതിനും മറ്റുള്ളവരതിനെ വിമർശിക്കുന്നതിനും മറ്റുള്ളവരതിനെ തൃണവൽക്കരിക്കുന്നതിനുമൊക്കെ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ദൈവിക ഇടപെടലുകൾ, ദൈവം നിങ്ങളുമായി നടത്തിയ ഇടപെടലുകൾ അല്ലെങ്കിൽ ആത്മീക അനുഭവങ്ങൾ തിടുക്കപ്പെട്ട് മറ്റുള്ളവരോട് പങ്കുവെക്കരുത്. നമുക്കറിയാം, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ 2 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ അവിടെ താൻ പറയുന്നത്, താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവർ മനുഷ്യർ കേട്ടിട്ടില്ലാത്ത ഭാഷ താൻ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഈ അനുഭവം കൊരിന്ത്യ ലേഖനത്തിൽ താൻ പങ്കുവെക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധാലുവായിട്ടാണ് തൻ്റെ ഈ വ്യക്തിപരമായ അനുഭവത്തെ പൗലോസ് അവിടെ പങ്കുവെക്കുന്നത്. ഞാൻ പറയാം, ദൈവിക ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾക്കനുസരിച്ച് പ്രായോഗിക ബുദ്ധിയിൽ ബുദ്ധിമാന്മാരായിട്ട് വേണം നമ്മുടെ ആത്മീക അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ. അങ്ങനെ അല്ലാതെ നാം വെക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പലപ്പോഴും ചിലർ നമ്മെ കളിയാക്കുവാനും മറ്റു ചിലർ നമ്മെ വിമർശിക്കുവാനുമൊക്കെ ഇടയായിട്ട് തീരുന്നത്. ദൈവദാസന്മാരും ദൈവജനവും എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം, നാം ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് നാം നമ്മുടെ ഭാവി പദ്ധതികളും സ്വപ്നങ്ങളും മറ്റുള്ളവരുമായിട്ട് തിടുക്കപ്പെട്ട് പങ്കുവെക്കരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബ വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട് നാം പങ്കുവെക്കരുത്. മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വിജയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് പങ്കുവെക്കരുത്. നാലാമത്തേത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. അഞ്ചാമതായിട്ട് ദൈവിക ഇടപെടലുകൾ മറ്റുള്ളവരുമായിട്ട് തിടുക്കത്തിൽ പങ്കുവെക്കരുത്. ഈ വക കാര്യങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ
പകുതിയിലധികം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാനായിട്ട് കഴിയും. ആവശ്യമില്ലാത്ത പ്രതികൂലങ്ങളിൽ നിന്നും, അനാവശ്യമായ വിമർശനങ്ങളിൽ നിന്നും, അനാവശ്യമായ കളിയാക്കുകളിൽ നിന്നും ദൈവദാസന്മാർക്കും ദൈവജനത്തിനും വേറിട്ട് നിൽക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.